നന്ദി അജിനി ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1892 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ സാദത്ത് സേഠ്, BHMS, ചീഫ് ഫിസിഷ്യൻ, ഡോക്ടർ സേഠ്സ് ഹോമിയോപ്പതി കൊച്ചിൻ ബ്രാഞ്ച് ആലുവ. 27 വർഷത്തെ ചികിത്സാ പരിചയം. ഇന്നത്തെ വിഷയം സാദത്ത് ഡോക്ടറോടൊപ്പം എന്നുള്ളതാണ്. ഇതിനോടകം അനേകം വിലപ്പെട്ട ക്ലാസ്സുകൾ നമുക്ക് തന്നിട്ടുള്ള ഡോക്ടർ സാദത്ത് സേഠ് സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ഡോക്ടർ കേൾക്കാമോ? കേൾക്കാം. താങ്ക് യു. IFPH IFPHന്റെ ക്ലാസ്സിലോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതിൽ വളരെ നന്ദി. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പറയുന്നത് പോലെ നമ്മളും പഠിക്കുന്നു. നമ്മൾ റീചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുത്ത മെഡിസിൻസ് ഒക്കെ ഒന്ന് റീചെക്ക് ചെയ്യും. നമ്മളുടെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഒന്ന് എടുത്തൊക്കെ നോക്കും, തെറ്റുണ്ടോ, എത്ര കേസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടോ, ഏകദേശം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കും. അപ്പൊ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ റീഇൻവെന്റ് ചെയ്യണം. ചില മരുന്നുകൾ കുറെ നാൾ മുമ്പ് കൊടുത്തിട്ടുണ്ടാവും, പിന്നെ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മളൊന്ന് നോക്കും ഇതെന്താ സംഭവം. അപ്പൊ അങ്ങനെ നമ്മളും കുറെ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ക്ലാസ് എടുക്കാൻ എവിടെ വിളിച്ചാലും പോണത് അതുകൊണ്ടാണ്. കാരണം നമുക്കൊക്കെ പഠിക്കാൻ കുറെ ഉണ്ട്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ചെറിയൊരു ഇത് കാണിച്ചിട്ട് ഞാൻ നിർത്താം. ഇത് കാണുന്നുണ്ടോ? പിക്ചേഴ്സ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സർ. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പക്ഷെ വളരെ ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു സർ. കാണിച്ചു. ഓക്കെ, ഫൈൻ. കാരണം വെച്ചാല് ഇത് ഇപ്പൊ എത്ര കണ്ടാലും മതിയാവില്ലേ? അതെ അതെ, അത് നമ്മൾ കണ്ടിട്ട് വാസ്തവത്തിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് അതിന് ഇത്രയും ഒരു ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ സാധിച്ചത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പൊ അത് എത്ര കണ്ടാലും നമുക്ക് അപ്പൊ ഒന്നുകൂടി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ്. എന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഡോക്ടർ ഒന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഇതൊരു വേറെ ക്ലാസ് അല്ലേ. ഒന്നുകൂടെ കാണിച്ചോണ്ട് കുഴപ്പമില്ല ഡോക്ടറെ. യൂട്യൂബിൽ കാണുന്നവർക്കാണെങ്കിലും ഒന്ന് കാണാമല്ലോ. അത് ഞാൻ ലാസ്റ്റിൽ കാണിക്കാം. ഇപ്പൊ നമ്മള് സ്ലൈഡ് ഒന്നും മാറിപ്പോയല്ലോ, അല്ലെങ്കിൽ ഞാനൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഈ നെറ്റിന്റെ കാര്യമൊക്കെ നമുക്കൊന്നും ഞാനത് പിന്നെ അത് പറയാം. ആ ഒരു കേസ് കറക്റ്റ് ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ നിർത്തിയത് ഫീമെയിൽ സെക്ഷൽ സിസ്റ്റത്തിലാണ് അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് ഇതാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് പെട്ടെന്ന് വരുന്ന കേസുകളിലൊന്നാണ് ഫീമെയിൽ കംപ്ലയിൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് വരുന്ന ഒരു കേസുകളാണ് വെള്ളപ്പൊക്ക് അല്ലെങ്കിൽ ലുക്കോറിയ. പണ്ട് പറയും അസ്ഥിയുരുക്കം എന്നൊക്കെ പറയും, വീക്ക്നെസ് ആണ്, ഭയങ്കരമായിട്ട് അസ്ഥിയുരുക്കം എന്നൊക്കെയാണ് സാധാരണ ജനങ്ങൾ വന്ന് നമ്മളടുത്ത് പറയാം. ഇപ്പോഴൊക്കെയാണ് ലുക്കോറിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ച് വരുന്നത്. കാരണം കുറെ ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ട് പണ്ട് സാധാരണ ആൾക്കാർ വന്ന് പറയണത് അസ്ഥിയുരുക്കം എന്നൊക്കെയാണ്. അപ്പൊ ലുക്കോറിയ വരുമ്പോൾ സാധാരണ നമുക്ക് എല്ലാ മെഡിസിൻസും കുറെ മെഡിസിൻസ് ഉണ്ട്, ഇല്ലാന്നല്ല, കുറെ മെഡിസിൻസ്, ലിസ്റ്റ് ഓഫ് മെഡിസിൻ ഹോമിയോപ്പതി ബുക്സിലുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ആസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണ് അംബറഗ്രീസിയ. എത്ര പേര് കൊടുക്കുന്നുണ്ടോന്ന് അറിയില്ല. അംബറഗ്രീസിയയുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് യെല്ലോയിഷ് തിക്ക് ആക്രിഡ് ലുക്കോറിയ. അപ്പൊ ബാക്കിയുള്ളത് നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലൂയിഷ് ടിൻറ്റും കൂടി ഉണ്ടെങ്കിൽ ആംബ്രഗ്രീസിയ ഇത് വരുന്നത്. ചിലപ്പോൾ ബ്ലൂയിഷ് ടിൻറ്റ് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ചെറിയ എന്താ പറയാ ബ്ലീഡിങ് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട്സ് അല്ലെങ്കിൽ വീനസ് ബ്ലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലോട്ട് ചെയ്ത് വരും. അപ്പൊ ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ലുക്കിൽ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ചെറിയൊരു ബ്ലൂയിഷ് കളറൊക്കെ കയറിയിട്ട് വരും. അതുകൊണ്ടാണ് ആംബ്രഗ്രീസിയ എന്ന് പറയുന്ന ഒരു ബ്ലൂയിഷ് ടിന്റ് ഓഫ് ലുക്കോറിയ എന്നൊക്കെ പറയാം. ഓക്കെ, പിന്നെ ക്രിയോസോട്ട് നിങ്ങൾക്കറിയാം. ക്രിയോസോട്ട് വിത്ത് ലുക്കോറിയ വിത്ത്
എന്താ പറയാ സെർവിസൈറ്റിസ്. എല്ലാത്തിൻ്റെയും ആക്രിഡ് ആയിരിക്കും. സെർവിസൈറ്റിസ് ഉള്ള പേഷ്യൻസിന് ബ്ലീഡിങ് പെർ വെജൈന വരുന്നുണ്ട്, സോഫ്റ്റ് ആണ്. നമ്മൾ പെർ വെജൈനൽ എക്സാമിനേഷൻ ചെയ്യണം എന്ന് പറയണത് മാക്സിമം ലേഡീസ് ആകുമ്പോൾ എത്രയും എളുപ്പമായിട്ട് പെർ റെക്ടലും പെർ വെജൈനൽ എക്സാമിനേഷൻ ചെയ്യണത് ഇതിനൊക്കെയാണ്. സോഫ്റ്റ് ടു ടച്ച്, ഹാർഡ് വരും, ചിലപ്പോൾ ഇൻറ്റുറേഷൻസ് വരും, ബ്ലീഡിങ് പെർ വെജൈന, സെർവിക്സ് ഹാർഡ്, സെർവിക്സ് ഇൻറ്റുറേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ക്രിയോസോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ മെഡിസിൻ ചിന്തിച്ചാൽ മതി. വിത്ത് ലുക്കോറിയ, ആക്രിഡ് ലുക്കോറിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെർവിസൈറ്റിസ് ലുക്കോറിയ വിത്ത് ആക്രിഡ് ലുക്കോറിയ ആണെങ്കിൽ ക്രിയോസോട്ടാണ്. സെപ്പിയ എല്ലാവർക്കും അറിയുന്ന പോലെ, കറക്റ്റ്. പിന്നെ മിൽക്കി വൈറ്റ്, കാലി മ്യൂർ, കാലി ഗ്രൂപ്പിൽ വരുന്ന എല്ലാ മെഡിസിൻസും, കാലി മ്യൂർ, കാലി സൾഫ്, ഓവർടോസ്റ്റ, ഇതൊക്കെ കാലിയുടെ ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ടോ, കാലി കാർബ്, കാലി, എല്ലാ മെഡിസിൻസും ഈക്വലി ഗുഡ് ഫോർ ലുക്കോറിയ. സാധാരണ നമ്മൾ കൊടുക്കാറില്ല. ഇതിലും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻഫുൾ അക്രിഡ് അല്ലെങ്കിൽ വൈറ്റിഷ്. കാലിമ്യൂർ നമ്മൾ കൊടുക്കുന്നത് ടിനിറ്റസിനും ഇയർ കംപ്ലയിൻസിനും ആണ് മെയിനായിട്ട് കാലിമ്യൂർ കൊടുക്കുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനും അതും ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. മ്യൂറിയാറ്റിക് കാലിമ്യൂർ എന്ന് പറഞ്ഞാൽ ഓക്കെ, പൊട്ടാസ്യം മ്യൂറിയാറ്റിക് എന്ന് പറയും. അപ്പൊ അതിന് നല്ല. പിന്നെ ഓവർടോസ്റ്റ ഏത് ലുക്കോറിയക്കും കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കൽക്കരിയ ഓവർടോസ്റ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പോ നമ്മൾ ഇത് വരുമ്പോ പാൻറ്റീസിൽ ഏത് കളർ വരുന്നു, ബ്രൗൺ ആണോ, യെല്ലോ ആണോ, വൈറ്റിഷ് ആണോ, സ്റ്റെയിൻസ് ഉണ്ടോ, അതോ ഡിസ്ചാർജ് യെല്ലോ ആണോ? ഈ ഡിസ്ചാർജ് യെല്ലോ വരുമ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻസോ ഇൻഫെക്ഷൻസോ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഇത് ലുക്കോറിയ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ കളർ വരുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം, എല്ലാവരും ഇപ്പൊ ഓപ്പൺ ആയിട്ട് പറയുന്നതാണ് ലുക്കോറിയക്ക് ഏതെങ്കിലും കളർ ഉണ്ടോ, മഞ്ഞ ഉണ്ടോ, അല്ലെങ്കിൽ അണ്ടർഗാർമെന്റ്സിൽ സ്റ്റെയിൻ ചെയ്യുന്നത് യെല്ലോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും. സ്റ്റാനമെറ്റ് എല്ലാം നിങ്ങൾക്ക് അറിയാം. കാലിസഫ് അഗെയിൻ യെല്ലോയിഷ് ലുക്കോറിയയില് വരുന്ന ഒരു മെഡിസിൻ ആണ് കാലിസഫ്. ഓക്കെ. ആൻഡ് ഫാഗോപൈറം. ഫാഗോപൈറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലൊന്നാണ് ഫാഗോപൈറം. ഇതും ഇതുപോലെ തന്നെ യെല്ലോ സ്റ്റെയിൻ ചെയ്യുന്ന ഒരു ലുക്കോറിയ, ആക്രൈഡ് ഒന്നും ആവണമെന്നില്ല, പ്രൊഫ്യൂസ് ലുക്കോറിയ വരുമ്പോൾ അതിന്റെ സ്റ്റെയിൻ യെല്ലോ ആണെങ്കിൽ ഈ 3 മെഡിസിൻസും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ജോയിന്റ് പെയിൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോ ഫോർ എ സ്റ്റാൻഡപ്പ്. ഓക്കെ. കാലിസൾഫ്, സ്റ്റാനമെറ്റ്, ഫാഗോപൈറം, ഈ 3 മെഡിസിൻസും എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് അലോങ് വിത്ത് ഓൾ ദ അതർ മെഡിസിൻസ്. ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കണം. ഇപ്പോഴും എടുത്ത് നോക്കിയപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ വെച്ച് നോക്കുമ്പോഴും ഞാൻ കൂടുതൽ കൊടുത്തിട്ടുള്ള മെഡിസിൻസിൽ ഒന്നാണ് ഈ ഫാഗോപൈറം, സ്റ്റാനം. അതിന്റെ കൂടെ നോക്കുമ്പോൾ നമ്മൾ കേസൊക്കെ എടുത്ത് ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് ജോയിന്റ് പെയിൻസും കൂടി കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വല്ല കേസുകളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാനമെറ്റും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. ഇനി അതില്ലാന്ന് വെച്ചിട്ട് യെല്ലോ സ്റ്റെയിനിങ് വരുന്ന മെഡിസിൻ മാത്രമാണെങ്കിലും നമുക്കത് കൊടുക്കാവുന്നതാണ്. If it is between and after menses, creosote, graphitis, Upion. Upion is one of the best medicine if the menses happens between either in between menses കഴിഞ്ഞിട്ട് ബിറ്റ്വീൻ ആൻഡ് ആഫ്റ്റർ, അതായത് മെൻസസ് കഴിഞ്ഞ അടുത്ത മെൻസസ് പറഞ്ഞിട്ട് ഇടയിൽ വരുന്ന ഒരു സെക്കൻഡ്, മൈ ഡോക്ടർ ഞാൻ വിളിക്കാം. ഓക്കെ. അപ്പൊ ഇതാണ് സംഭവം. യുപിയോൺ നിങ്ങൾ ആകെ ഒരു 5-6 വരിയുള്ളൂ, പക്ഷെ അതിൽ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ളതാണ് ഇഫ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ആൻഡ് ആഫ്റ്റർ മെൻസസ്. ചിലപ്പോൾ ആഫ്റ്റർ മെൻസസ് ആണെങ്കിലും യുപിയോൺ ഇൻഡിക്കേറ്റഡ് ആണ്, ബിറ്റ്വീൻ മെൻസസ് ആണെങ്കിലും ഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ. പിന്നെ ഇൻഫൻസിൽ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് കാൽക്കരിയാക്ക. മിക്കവാറും നമ്മളുടെ 90% പേരുടെ മനസ്സിൽ വരിക കാൽക്കരിയാക്ക, ഇല്ലേ?
ക്യുബേബ, one of the best medicine. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ക്യുബേബ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യു കൻ സി ഇറ്റാലിക്സ്, ബോഡിക്കിൽ ഇറ്റാലിക്സിൽ ക്യുബേബ ഇൻഫൻസ് സ്പെസിഫിക് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളതാണ്. നമ്മളപ്പോ ഹോമിയോപ്പതി എന്ന് പറയുന്നത് നമ്മൾ കണ്ടമാനം സിംറ്റംസും ഒക്കെ കൂട്ടിയും കുഴിച്ചും ഒക്കെ എടുത്ത് നമ്മളൊരു ടോട്ടാലിറ്റി ഒന്നും എത്തേണ്ട കാര്യങ്ങൾ എപ്പോഴും വരില്ല. നമുക്ക് പേഷ്യന്റ് ഉണ്ട്, ഇൻഫന്റ് ആണ്, ലുക്കോറിയ ഉണ്ട്, ഫൈൻ. ക്യുബേബ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. രണ്ടാമത് ഇൻഫൻസ് എസ്പെറാഗസ് എന്ന് പറയുന്ന സാധനം നമ്മളുടെ ഒരു ഹെർബും കൂടിയാണ്. ബ്ലഡ് പ്യൂരിഫയർ സെൻസപ്പറിലൊക്കെ പോലെ എസ്പെറാഗസും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലാണ്. അതിലും പറയുന്നുണ്ട്, ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇൻഫൻസിൽ. നമുക്ക് എത്ര പേഷ്യൻസിനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 പേഷ്യന്റോ അല്ലെങ്കിൽ ഒരു കൊല്ലം ചിലപ്പോൾ നമുക്ക് 10, 20, 15, 20 കേസുകളൊക്കെ വരുള്ളൂ. ഇത്രയും 50 പേഷ്യൻസ് ഡേയില് വന്നാലും നമുക്ക് ഇത്ര കുറച്ച് കിട്ടുള്ളൂ. മില്ലിഫോളിയം എന്ന് പറയുന്നത് നമ്മളുടെ ബാക്കി മില്ലിഫോളിയത്തിന്റെ വേറൊരു കാര്യം, നമ്മൾ മില്ലിഫോളിയം എന്തിനൊക്കെ ഉപയോഗിക്കും? ഈവൻ ഫീവർ 2-3 ദിവസമായിട്ട് പനി മാറിയിട്ടില്ലെങ്കിൽ മില്ലിഫോളിയം ഉപയോഗിക്കും. ബ്ലീഡിങ് പെർ വജൈന, ബ്ലീഡിങ് പെർ റെക്ടം, ഏത് കൈൻഡ് ഓഫ് ബ്ലീഡിങ് ആണെങ്കിലും, ബ്രൈറ്റ് കളർ ബ്ലീഡിങ് ആണെങ്കിലും, ഏതിനാണെങ്കിലും മില്ലിഫോളിയം നമ്മൾ കണ്ടമാനം ഉപയോഗിക്കുന്നതാണ്. ഇതിലും ഇൻഫന്റ് ലുക്കോറിയയ്ക്കും മില്ലിഫോളിയം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. നമുക്ക് പറയും സാറേ, നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് പേഷ്യന്റ് പറയുന്നതാണ്, ഡോക്ടറെ മെൻസസ് കിട്ടുന്നില്ല ഡോക്ടറെ, അതിന് പകരം ഈ വെള്ളപ്പൊക്കം വരണം. അങ്ങനെ പറയണത് കോമൺ ആണ്. ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി കേസസിൽ, അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി കേസസിൽ, പിസിഒഡി കേസസിൽ, ഇൻഫെർട്ടിലിറ്റി കേസസിലൊക്കെ പീരീഡ്സ് കറക്റ്റ് ആയിട്ട് വരില്ല. പക്ഷെ പീരീഡ്സ് വരുന്നു തോന്നും, പക്ഷെ വരുന്നത് ലുക്കോറിയ. ഓക്കെ, അതിന് നെക്സ്റ്റ് മൊസ്കറ്റ ആൻഡ് സെപ്പിയയുടെ എന്ന് പറയണ്ടല്ലോ. സെപ്പിയയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അബോർഷൻ ഹിസ്റ്ററിയും ബാക്കി കാര്യങ്ങളും എല്ലാം കൂടി ഉണ്ടെങ്കിൽ നത്തിങ് ലൈക്ക് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി, ഇഫ് ദർ ഇസ് എ ലുക്കോറിയ ഇൻസ്റ്റെഡ് ഓഫ് മെൻസസ്, സെപ്പിയ കംസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലൊന്നാണ്. പ്ലസ് നെക്സ്റ്റ് മൊസ്കറ്റയുടെ ഇതെന്താന്ന് വെച്ചാൽ എല്ലാം തിക്ക് ആയിരിക്കും, സ്റ്റിക്കി ആയിരിക്കും. ജസ്റ്റ് ലൈക്ക് എനി ഡിസ്ചാർജ്, ലുക്കോറിയ വിൽ ബി തിക്ക് ആൻഡ് സ്റ്റിക്കി. ഓക്കെ, ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് മെൻസസ്, ലുക്കോറിയ ബിഫോർ മെൻസസ്. അപ്പൊ മെൻസസ് ബിഫോറും ആഫ്റ്ററും കറക്റ്റ് നമ്മൾ ചോദിക്കണം. അപ്പൊ മെൻസസിന് മുമ്പ് എല്ലാ പീരീഡ്സിലും മെൻസസിന് മുമ്പാണ് ലുക്കോറിയ എങ്കിൽ ബെറേറ്റ കാപ്പ് വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ്. ബോവിസ്റ്റ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, കൽക്കേരിയ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ബെറേറ്റ കാബിന്റെ ഇൻഡിക്കേഷൻ ആണ് ലുക്കോറിയ. ബെറേറ്റ കാബിന്റെ ഇൻഡിക്കേഷൻ ഈവൻ ഇഫ് ദ ചൈൽഡ് അല്ലെങ്കിൽ ഡോഫ് അല്ലെങ്കിൽ മെന്റലി റിട്ടാർട്ടഡ് കിഡിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കില്ല. മെന്റലി റിട്ടാർട്ടഡ് കിഡ് നമുക്ക് വേറെ ഒന്നും പറഞ്ഞാൽ കിട്ടില്ല. പാരന്റ്സിനും അണ്ടർഗാർമെന്റ്സ് ഒക്കെ നോക്കിയിട്ട് അത് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ പാൻറ്റി എടുത്ത് അല്ലെങ്കിൽ പാൻറ്റി എടുത്തിട്ട് കഴുകാൻ ഇടുമ്പോഴായിരിക്കും കിട്ടുക. അപ്പൊ അത് കാണുമ്പോഴായിരിക്കും പാരന്റ്സ് മനസ്സിലാക്കുക ചിലപ്പോ അടുത്തത് തന്നെ ഇവർക്ക് ഈ കുട്ടിക്ക് മെൻസസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയും പേഷ്യൻസ് വന്ന് നമ്മുടെ അടുത്ത് പറയും, ഡോക്ടർ ഇവൾക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷെ ഞങ്ങൾ പാൻറ്റിയൊക്കെ നോക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും മെൻസസിന് മുമ്പ് ഇങ്ങനെ ഒരു സാധനം കാണുന്നുണ്ട്. തിങ്ക് അബൌട്ട് ബെറേറ്റ കാബ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഈവൻ ലേണിംഗ് അല്ലെങ്കിൽ മറ്റേ മെന്റലി റിട്ടാർഡഡ് അല്ലെങ്കിൽ സെറിബ്രൽ പാൽസി അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകൾക്ക് one of the best medicine, Lucoria before menses. Bovista ഞാൻ പറയണ്ടല്ലോ, എനി സ്മോൾ മൂവ്മെന്റ് ലുക്കോറിയ വരും. പിന്നെ ബാക്കിയുള്ള സിംറ്റംസ് എല്ലാവർക്കും അറിയാവുന്ന ഇറ്റ്സ് എ സിമ്പിൾ കേസ്. നമ്മൾ സാധാരണ എല്ലാ കേസ് അലൂമിന അങ്ങനെ കുറെ കേസുകൾ ഉണ്ടെങ്കിലും പക്ഷെ ഇത് നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലൊന്നാണ്. ഓക്കെ, ലുക്കോറിയ വിത്ത് സെർവിക്കൽ ഇറോഷൻ. ക്രിയോസോട്ടിന്റെ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ് കാലിബൈക്ക്. കാര്യം എന്താ, നമ്മൾ എങ്ങനെ കാലിബൈക്ക് വരണത്? കാലിബൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഗ്യാസ്ട്രിക് അൾസർ അല്ലെങ്കിൽ ഡ്യൂോഡനൽ അൾസർ. ഗ്യാസ്ട്രിക് അൾസറിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ കാലിബൈക്കാണ്. അവിടെ എന്താ പറഞ്ഞത്? ഇറോഷൻസ്. കാലിബൈക്കിന്റെ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ എന്താ പറഞ്ഞത്? അവിടെ ഇറോഷൻ ആണ് സംഭവിക്കുന്നത്. അതേ പ്രിൻസിപ്പൽ ഇഫ് യു യൂസ് ഇറ്റ് ഇൻ ദ ലുക്കോറിയ കേസ് സെർവിക്കൽ ഇറോഷൻസിൽ കാലിബൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നായിട്ട് നമുക്ക് കാണാം. ഓക്കെ, വിത്ത് ഹിസ്റ്ററി ഓഫ് അബോർഷൻ. സെപ്പിയയുടെ കൂടെ തന്നെ
അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് സബാഡില്ല. സബാഡില്ലയൊക്കെ നമ്മൾ കോൾഡിനും കുട്ടികളുടെ ഇതിനും റെസ്പിറേറ്ററിക്കും അങ്ങനെയുള്ള കംപ്ലൈൻസിനൊക്കെ നമ്മൾ ചിന്തിക്കുന്ന മെഡിസിൻസിൽ ഒന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ലുക്കോറിയ വിത്ത് ഹിസ്റ്ററി ഓഫ് അബോർഷൻ സെപ്പിയയുടെ കൂടെയും ബാക്കിയുള്ള മെഡിസിൻസിന്റെ കൂടെ ചിന്തിക്കുന്നെങ്കിൽ ഡോണ്ട് ഫൊർഗെറ്റ് സബാഡില്ല ഓൾസോ. ഓക്കെ, ബ്ലഡി ലുക്കോറിയ, സ്പൈറാന്തസ്. ഓക്കെ, സ്പൈറാന്തസ് ആണ്. സ്പൈറാന്തസിന്റെ സ്പൈറാന്തസ് കിലൂവിരിയം എന്ന് പറഞ്ഞൊരു മെഡിസിൻ കൂടി ഉണ്ട് സ്പൈറാന്തസ് ഗ്രൂപ്പിൽ തന്നെ. ഓക്കെ, അത് യൂറിനറി ഇൻഫെക്ഷൻസിനൊക്കെ നല്ലതാണ്. സ്പൈറാന്തസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഇഫ് ഇറ്റ് ഇസ് ബ്ലഡി ദിസ് വൺ, എല്ലാത്തിന്റെ കൂടെ തിങ്ക് അബൌട്ട് സ്പൈറാന്തസ്. വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷെ ഇറ്റ് വിൽ ബി ബ്ലഡി അല്ലെങ്കിൽ ബ്ലഡും കൂടി ഉണ്ടാവും. ബ്ലഡി ലുക്കോറിയ, സ്പൈറാന്തസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. തിങ്ക് അബൌട്ട് ഇറ്റ്. And breast cancers, Pondurago, cracks, nipple cracks, cancer, gallium. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗാലിയം ഈസ് വൺ ഓഫ് ദ ഓൾമോസ്റ്റ് നോട്ട്സ് ഉണ്ട്, പെയിൻഫുൾ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയും CA ബ്രസ്റ്റ് നോൺ പെയിൻഫുൾ, ചില സമയത്ത് ഇതൊക്കെ വ്യത്യാസങ്ങൾ വരും. കാര്യം ചില ഞാൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലണ്ടേഴ്സ് ചെയ്തിട്ട് തന്നെ പഠിക്കും. ഞാൻ എൻ്റെ തുടക്കത്തിലൊക്കെ ഒരു 1-2 കേസ് ഇതുപോലെ ക്യാൻസർ കുളമാക്കിയിട്ടുണ്ട്. ഫ്രാങ്ക് നമ്മൾ പറയണതാണ്. ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ്ങിലും കോളേജ് കഴിഞ്ഞ് വന്നപ്പോഴൊക്കെ ഒരു പേഷ്യന്റിന് ബ്രസ്റ്റിന്റെ അപ്പർ നിപ്പിളിന്റെ അപ്പർ പോർഷൻ ആണ്, അതായത് 12, 3 അങ്ങനെയുള്ള 10 അങ്ങനെയുള്ള പൊസിഷനിൽ ഇത് വന്നിട്ട് നമ്മളത് ഫൈബ്രോയിഡിനോമയാണെന്നൊക്കെ പറഞ്ഞ് വിട്ടു. കാരണം അന്ന് അത് കണ്ടുപിടിക്കണത് തന്നെ വലിയ കാര്യമാണ്. ബ്രസ്റ്റ് എക്സാമിൻ ചെയ്ത് ഫൈബ്രോയിഡിനോമ പെയിൻഫുൾ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടു. ആ കേസ് ട്രീറ്റ്മെന്റ് തുടങ്ങി അവസാനം അത് CA ആയി മാറി. ഒരു 1-2 മാസത്തിനുള്ളിൽ അത് CA ആണെന്ന് കൺഫേം ചെയ്യേണ്ടതാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് മെഡിസിൻ കൊടുക്കാനും പറ്റും. ആദ്യം തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ഏത് ഫൈബ്രോയിഡിനോമ കേസ് ആണെങ്കിലും ഏത് സ്വെല്ലിംഗ് ആണെങ്കിലും, ഇപ്പൊ മാമോഗ്രാമി ഉണ്ട്, USG ബ്രസ്റ്റ് ഉണ്ട്, CT സ്കാൻസ് ഉണ്ട്, അതിന്റെ കൂടെ FNAC ഉണ്ട്. ഗോ ഗെറ്റ് ദ തിങ്സ് ഡൺ. പാൽപേറ്റ് ഓൾ ദ ബ്രസ്റ്റ് പോസിബിൾ. ബ്രസ്റ്റ് പാൽപേറ്റ് ചെയ്യാതെ ഫൈബ്രോയിഡിനോമയ്ക്കും ബാക്കിയുള്ളതിനൊന്നും മെഡിസിൻ കൊടുക്കരുതെന്നാണ് ഞാൻ പറയാം. പേഷ്യന്റ് വിൽ ബി കോപ്പറേറ്റീവ്. പേഷ്യന്റിനെ എക്സാമിൻ ചെയ്യണമെങ്കിൽ കീപ്പ് എ നേഴ്സ്, മെയിൽ ആണെങ്കിൽ കീപ്പ് എ നേഴ്സ്, ലേഡീസ് ആണെങ്കിൽ അത്ര വലിയ പ്രശ്നം. കീപ്പ് എ നേഴ്സ് ഇൻ ദ റൂം ആൻഡ് ഗെറ്റ് ഇറ്റ് എക്സാമിൻ. അറ്റ്ലീസ്റ്റ് ഒരു CT എങ്കിലും എടുപ്പിച്ചിട്ട് വേണം, കൺഫേം ചെയ്തിട്ട് വേണം. ബ്രസ്റ്റ് ഫൈബ്രോയിഡിനോമ ആയിക്കോട്ടെ, ബ്രസ്റ്റ് ക്യാൻസർ ആയിക്കോട്ടെ, ബ്രസ്റ്റിന്റെ എന്ത് കുന്തമാണെങ്കിലും എന്ത് ട്രീറ്റ്മെന്റിലാണെങ്കിലും ഗെറ്റ് ഓൾ ദ ഡയഗ്നോസ്റ്റിക്. ഇത് ഐ ലേൺ ഫ്രം ബിഗ് ലെസൺ ഫ്രം ദാറ്റ്. ഓക്കെ, അപ്പോ ബ്രസ്റ്റ് ക്യാൻസർ കാർബോളിക് ആസിഡ്. ഓക്കെ, കാർബോളിക് ആസിഡ് ആണ് CARA. കാർബോളിക് ആസിഡ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. എഗെയിൻ ആസ്റ്റീരിയ റൂബൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്ലംബത്തിന്റെ എല്ലാം, പ്ലംബം മെറ്റ്, പ്ലംബം അയോഡ്, പ്ലംബത്തിന്റെ ഏതൊക്കെ മെഡിസിൻ ഇത് വരുന്നുണ്ടോ, പ്ലംബം ഇസ് വെരി ഗുഡ്. ഏത് ഹാർഡ് ആണെങ്കിലും, ഈവൻ ഇഫ് ഇറ്റ് ഇസ് തൈറോയിഡ്, plumbum is one of the best medicines. Even it is breastler, even if it is uterine, plumbum med is very good for polyp of the uterus. അവിടെ സൈഡിൽ കൂടെ മറ്റേത് സ്ഥലം പൊട്ടിയതിൻ്റെതാന്ന് തോന്നുന്നു. ഈ ചീളുകൾ ഇട്ട് കൊടുക്കണത് വെള്ളം വലിക്കാൻ. ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ. മ്യൂട്ട് ചെയ്തിട്ടോ. ഓക്കെ, ബ്രസ്റ്റ് ക്യാൻസർ. ഓക്കെ, പിന്നെ സെറിനം, അഗെയിൻ പ്ലംബം കഴിഞ്ഞ് സെറേഷ്യ എന്ന് പറയും. സെറേഷ്യ ഓറിയസ്,
Serratia aureus is one of the best medicine. If the breast is hard, calcarea floral, lepis alba. Lepis alba നമ്മള് എന്തിനാ കൊടുക്കുക? കൂടുതലും എന്താ പറയാ, fatty deposits, ന്യൂറോഫൈബ്രോമ, ലൈപ്പോമ, ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ സാധാരണ ലൈപ്പിസ് ആൽബ കൊടുക്കുക. പക്ഷെ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഇഫ് ദ ബ്രസ്റ്റ് ഇസ് ഹാർഡ്. കാർബോ അനിമാലിസ്, പ്ലംബം അയോഡം, ഇതൊക്കെ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും സ്പെസിഫിക് ആയിട്ട് മാർജിൻസ് കിട്ടും. ഇറ്റ്സ് എ ഹാർഡ്, കാരണം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എക്സാമിൻ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലംബം അയോഡത്തിന്റെ ഒക്കെ മാസ് ഹാർഡ് ആയിരിക്കും, ചിലത് മാറ്റി വരും. മാറ്റി ഒക്കെ വരുമ്പോൾ നമുക്ക് ശരിക്ക് FNAC എടുത്ത് നോക്കണം ഏത് ലെവലാണെന്നുള്ളത്. ചിലപ്പോൾ ഫാറ്റി, അതായത് ഇത് വരുന്നത് ചിലപ്പോൾ ബ്രസ്റ്റിൽ വരുന്ന സിസ് ആയിരിക്കും. ഓക്കെ, മാമോഗ്രാം ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ പറയും ഫാറ്റി അല്ലെങ്കിൽ അത്ര സോഫ്റ്റ് ആണ്, അതൊരു ത്രൂ ഔട്ട് ബ്രസ്റ്റ് ഉണ്ടാവും. ഇത് നോഡ്യൂൾ, ഹാർഡ് നോഡ്യൂൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അപ്പം ഇത് ചെയ്യാം. കൊണയമുണ്ട്, പിന്നെ പറഞ്ഞത് ഏതൊക്കെയാ, സ്ക്രോഫിലേറിയ ഉണ്ട്, അയോഡം ഉണ്ട്, പ്ലംബം ഉണ്ട്. ഓക്കെ, ഫൈറ്റുലക്ക ബെറി, ഫൈറ്റുലക്ക ഡെക്കാൻട്ര, ഇതെല്ലാം മെഡിസിൻസ് ഉണ്ട്. ബട്ട് മൈ ഫേവറേറ്റ്സ് ആർ ദിസ്. മിക്കവാറും കേസുകൾക്കൊക്കെ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. Mastitis, Philandrium is one of the best medicines. Take out the borate, rotta variolo, pain in the breast. Okay, inflammation and pain in the breast. Italics, Philandrium, Lacananum, phosphorus. Lacananum, എല്ലാവർക്കും അറിയാം. Philandrium is one of the best medicine. Give it repeatedly, you can get the results. Mastitis ന് വരുന്ന എല്ലാ മെഡിസിൻസും വിത്ത് ഡ്യൂ റെസ്പെക്ട് ഞാൻ പറയുന്നു. ബട്ട് ദിസ് can be thought about it, this can be repeated. Once you start using this, you will love it. Cracks in the nipples, castor acqueo, retania, again Philandrium aquaticum, Philandrium. Okay, again Philandrium, അതില് ആറില്ലാത്തതാണ് Philandrium aquaticum. It's one of the best medicine even for cracks in the nipple. Plus you can give calendulum, അത് കൊടുക്കണം. പക്ഷെ അത് കൊടുക്കുമ്പോൾ കുറച്ച് ഓയിലിൽ കൊടുക്കുക. ഡയറക്റ്റ് ടിഞ്ചേഴ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബ്രസ്റ്റ് നിപ്പിൾസ് ആണ്, ഇറ്റ് വിൽ create hell lot of pain. ഓക്കെ, അപ്പൊ അത് നോക്കുക. റെറ്റാനിയ, കാലണ്ടറില കൊടുക്കാം, ഇച്ചിമീശിയ കൊടുക്കാം. If there is a transformation, calendula മിക്കവാറും മതിയാവും. External if you wanted to give, അല്ലെങ്കിൽ castor acqueo is one of the best medicine. Again Philandrium for all the breast, pain in the breast, mastodenia, lactic acid, chimaphila, phosphorus, mastodenia, phosphorus, sanguinuria and Philandrium. Again Philandrium. See, Philandrium എവിടെയൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ നിങ്ങൾ പോറിക്കിൽ എടുത്ത് നോക്കുമ്പോൾ you will get this medicines in 3-4 rubric, 3-4 സ്ഥലത്ത് കൊടുക്കും. ചിലത് ഇറ്റാലിക് സിംഗിൾ മെഡിസിൻസ് ആണ്. അപ്പൊ ഫെലാൻഡ്രിയത്തിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മൾ മിക്കവാറും ഫെലാൻഡ്രിയ ഒക്കെ ഏൽക്കുവോ, നമ്മൾ ഉപയോഗിക്കണമെന്ന് ആദ്യം കേട്ടിട്ട് പോലും ഇല്ല. ഓക്കെ, ഇപ്പോഴായിരിക്കും ഒരു ഡോക്ടർ പറയണത്, കേട്ടിട്ട് പോലും ഇല്ല. ഞാനും ഒക്കെ അങ്ങനെയായിരുന്നു. നമ്മുടെ ജൂനിയേഴ്സ് നമ്മളെ പഠിപ്പിച്ചു, സീനിയേഴ്സ് നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ കൊടുത്തു തുടങ്ങി, എവിടെയെങ്കിലും ഒന്ന് വായിക്കും, അതൊന്ന് വായിച്ച് വരച്ചിടുന്നതിന്റെ കൂടെ വേറെ ഏതെങ്കിലും ബുക്കൊക്കെ കിട്ടുമ്പോ അവിടെ അവരൊക്കെ വരച്ചിടും. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി പഠിക്കാം. ഞാൻ ഇനി ബുക്കിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്നെ തല്ലിപ്പോയി, അത് വിട്ടേക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കണത്. ട്യൂമേഴ്സ്, again ട്യൂമേഴ്സ്, ബ്രസ്റ്റ് ട്യൂമേഴ്സ് ഒക്കെ ഇപ്പൊ ഇഷ്ടം പോലെയാണ് നമ്മുടെ കയ്യിൽ വന്നു കയറുന്നത്, പ്രത്യേകിച്ച് ലേഡി ഡോക്ടേഴ്സ്. എത്ര പേര് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ ഹാർഡ്നെസ് എന്താണെന്നും അതിന്റെ സൈസ് എന്താണെന്നും, 1 ഇഞ്ചാണോ 2 ഇഞ്ചാണോ നമുക്ക് ഇതിലൊക്കെ കിട്ടുമെങ്കിലും നമ്മുടെ കൈയിന്റെ പാൽപേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ്. ഇറ്റ്സ് എന്താ പറയാ, ഫസ്റ്റ് ടൈം ഫീലിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. എല്ലാ കേസുകളും, ബ്രസ്റ്റിന്റെ മാത്രമല്ല, എനി കേസ് ഫോർ ദിസ് വൺ യു ഷുഡ് ഹാവ് യുവർ എക്സാമിനേഷൻ ടേബിൾ. എക്സാമിൻ ചെയ്യാന്ന് പറയുന്നതിനാണ്. പ്രത്യേകിച്ച് ഫീമെയിൽസിന്റെ അടുത്ത്. ഫീമെയിൽസ് ആണ് മിക്കവാറും
ചിലപ്പോൾ ഇതൊക്കെ വിട്ടേക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫീമെയിൽ ഡോക്ടേഴ്സ് മിക്കവാറും ചീമാഫില്ല ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. തൈറോയിഡിനം ഈവൻ എന്താ പറയാ, യൂട്രിൻ ഫൈബ്രോയിഡിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. തൈറോയിഡിന്റെ എന്താണ്, സ്കിന്ന്, തൈറോയിഡിന്റെ ഗജ ചർമ്മം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും തിക്നെസ് ആണ്. നമ്മൾ ബാക്കിയുള്ള തൈറോയിഡിന്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തൈറോയിഡിന് പറഞ്ഞ മെഡിസിൻസിന്റെ എന്താണ് വരുന്നത്, തിക്നെസ്, ഡിസീസ്, ഡാമേജസ്. ഓക്കെ, അതിന്റെ നമ്മൾ പാത്തോളജി നോക്കുകയാണെങ്കിൽ എല്ലാ സെൽസും സോഫ്റ്റ് ആയിരിക്കും. നമ്മളുടെ എല്ലാ സെൽസും ഇന്റേർണലി ഡീവിയേഷൻസും ഡീറേഞ്ച്മെന്റ്സും വരും. ഓക്കെ, ആൻഡ് ഇഫ് ദ പേഷ്യന്റ് ഓൾസോ ഹാസ് എ തൈറോയിഡ് കംപ്ലൈന്റ് ആണെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, യു ഹാവ് ടു ഗിവ് തൈറോയിഡിനം 30. അല്ലെങ്കിൽ ഏത് പൊട്ടൻസിയാണ് നിങ്ങളുടെ ഇത്. പ്ലംബമയോഡം, സിറിനം നമ്മൾ എന്തിനാ കൊടുക്കുക? ചിക്കൻ പോക്സിന് കൊടുക്കുന്നത് എന്തിനാ കൊടുക്കുന്നത്? സാധാരണ 15 ദിവസം 20 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ 10 ദിവസം 12 ദിവസമൊക്കെ എടുക്കണമെങ്കിൽ സിറിനം നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ പോക്സിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ പറ്റും. നമ്മൾ അലോപ്പതിക്കാരായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അവരെന്താ ചെയ്യുക, ചിക്കൻ പോക്സിന്റെ ആ വെസൈക്കിൾ അങ്ങോട്ട് കട്ട് ചെയ്ത് വിടും ഇപ്പൊ, എന്നിട്ട് അവർ കട്ട് ഷോർട്ട് ചെയ്യാൻ നോക്കും ചിക്കൻ പോക്സിന്റെ ഡ്യൂറേഷൻ. സെയിം ക്യാൻ ബി ഡൺ വിത്ത് സിറിനം. 30 നമ്മൾ സിറിനം നമ്മൾ ബാക്കിയുള്ള ചിലപ്പോൾ റെസ്റ്റോക്സ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അതിന്റെ കൂടെ ഞാൻ കൊടുക്കുന്നത് അങ്ങനെയാണ്, റെസ്റ്റോക്സ് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മർസോൾ കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ബാക്കി ഇൻഡിക്കേറ്റഡ് മെഡിസിൻസ് കൊടുക്കുമ്പോഴും ഈ ഡ്യൂറേഷൻ അങ്ങോട്ട് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടി ഞാൻ ആഡ് ചെയ്യും. അതും TDS അല്ലെങ്കിൽ 2 hourly, അല്ലെങ്കിൽ അങ്ങനെ ആദ്യത്തെ 2 ദിവസം 2 hourly കൊടുക്കും, 3 ദിവസം 2 hourly കൊടുക്കും, പിന്നെ അത് TDS QDS ആയിട്ട് കുറച്ച് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് ഇത്. Masturbation in children. Okay, caladium is one of the best medicines. Oreganum is another best medicine. Calcarea carbon. ഇതൊക്കെ ഉണ്ട്. Before is another one of the best medicine. Before common ആണ്, ഇപ്പോൾ എല്ലാവരും കൊടുക്കുന്നതാണ്, അതുകൊണ്ട് before അറിയില്ല. Oregano, പിന്നെ കലേഡിയം is one of the best medicines. Think about it. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് വേറെ ഒന്നും ചോദിക്കണ്ട, അതിന്റെ കളറും ഇതൊന്നും ചോദിക്കണ്ട. അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ എപ്പോഴാണ് എന്താണ് ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവരെ പേഷ്യൻസിനെ എംബറാസ് ചെയ്യും, അല്ലെങ്കിൽ ഫാമിലിനെ എംബറാസ് ചെയ്യും. ചിലപ്പോൾ റിലേറ്റീവ് ആയിരിക്കും വന്നിരിക്കുന്നുണ്ടാവുക, അവർക്ക് അറിയില്ല സാധനം ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന്. പിന്നെ അതൊരു ഫ്ലാഷ് ന്യൂസ് ആവും, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ് ആവും. അതിലും നല്ലത് അവരൊന്നും ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ കണ്ടമാനം ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഡോക്ടർ അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ നമ്മളടുത്ത് ഒരു സ്വകാര്യത്തിലായിരിക്കും അവരുടെ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത റിലേറ്റീവ്സോ ഇങ്ങനൊരു സ്വഭാവം ഉണ്ട് ഡോക്ടറെ എന്ന് പറയുമ്പോൾ നമുക്കത് കൊടുക്കാം. ബിഫോർ നല്ലൊരു മെഡിസിൻ ആണ്. കലേഡിയം ഇസ് ഓൾസോ നല്ലൊരു മെഡിസിൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് കേസ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ മെനോപോസ്, ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ്സിൽ ഒന്നാണ് മെനോപോസ്. ഓക്കെ, മെനോപോസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഇസ് യൂഫോർബിനം, ഈസ്ട്രജൻ, ലാക്കസിസ് ഒക്കെ ഉണ്ട്. ലാക്കസിന്റെ ഞാൻ വരുന്നുണ്ട്, വേർ ദ ലാക്കസിസ് മോർ ഇൻഡിക്കേറ്റഡ്. ഈസ്ട്രജൻ, ജബ്രാൻഡിയുടെ എന്താണ്, എല്ലാത്തിനും ഫ്ലഷും നമ്മളുടെ മുഖമൊക്കെ വന്ന് ഇങ്ങനെ നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ കണ്ണൊക്കെ ഡയലേറ്റ് ചെയ്യും, ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു സിംറ്റം, ആ ഒരു ഡോക്ടറിന്റെ സിഗ്നേച്ചർ തന്നെയാണ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുക. ക്ലൈമാക്സിൽ അല്ലെങ്കിൽ മെനോപോസിൽ ഹോട്ട് ഫ്ലഷസ് വരും. മെനോപോസിൽ നമുക്ക് ചിന്തിക്കാവുന്ന മെഡിസിൻസ് ആണ്. സിംഗം വലേറിയാനം, സിംഗ ഗ്രൂപ്പിന്റെ മെഡിസിൻസിൽ വലേറിയാനം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ഫോർ മെനോപോസ് കംപ്ലീറ്റ്സ്. ലാക്കസിസ് ഉണ്ട്, അതൊക്കെ നമ്മൾ റെസ്പെക്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാ മെഡിസിൻസും നമുക്ക് പറയണ്ടല്ലോ. ഞങ്ങളെല്ലാം സീനിയർ ഡോക്ടേഴ്സ് ആണ്. നമ്മളൊരു കൂടുതൽ കൊടുക്കുന്ന മെഡിസിൻ അനുസരിച്ച് നമ്മൾ പ്രയറായിട്ട് കണ്ടു, നമ്മൾ കൊടുത്തു. എക്സ്പീരിയൻസ് ആയിട്ടുള്ള മെഡിസിൻ ആണ് നമ്മൾ. നെക്സ്റ്റ് മസ്കറ്റ അഗൈൻ നെക്സ്റ്റ് മസ്കറ്റ.
മെനോപോസിന്റെ കൂടെ ഫ്ലഷിങ്ങും കൂടി ഉണ്ടെങ്കിൽ സമ്പൽ is one of the best medicine of the menopause ഉണ്ട്, ഫ്ലഷിംഗ് ഉണ്ട്. നമ്മൾ അപ്പൊ ഫസ്റ്റ് നമ്മുടെ ചിന്ത വരിക ലാക്ടസിസ് ആണ്. അതാ പറയുന്നത് ഫ്ലഷിംഗ് കൂടുതലുണ്ടെങ്കിൽ സമ്പൽ നിങ്ങളൊന്ന് ചിന്തിക്കുക. സമ്പലിന്റെ വേറൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പൽ റെഡ്യൂസസ് കൊളസ്ട്രോൾ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് സെഡം ആക്ര എന്ന് പറഞ്ഞില്ലേ, സെഡം ആക്രയുടെ കൂടെ വരുന്ന വേറൊരു മെഡിസിനും കൂടിയാണ് സെഡം ടീലോഫിനം എന്നാണ് അതിന്റെ കറക്റ്റ് പേര്. സെഡം ടീലോഫിനം. അത് യൂട്രൈൻ ബ്ലീഡിങ്ങിനൊക്കെ നല്ലൊരു മെഡിസിനാണ്. സെഡം ആക്ര വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് റിലേഷൻഷിപ്പിലാണ് മെഡിസിൻ കൊടുത്തിട്ടുള്ളത്. ഇറ്റാലിക്സ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബോറിക്കിൽ ഇറ്റാലിക്സിൽ സെഡം ആക്രയുടെ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ള സാധനമാണ്. അത് വാങ്ങി വെച്ചോ, യു വിൽ ഗെറ്റ് ഇറ്റ്. യൂട്രൈൻ ബ്ലീഡിങ്ങിനും യൂട്രൈൻ കംപ്ലൈൻസിനും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് സെഡം ടെലിഫെറം. അങ്ങനെ അതാണ് ടെലിഫെറം. അത് വരുന്നത് എന്റെ ക്ലിനിക്കിലുണ്ട്. കുറച്ച് കേസസ്, എല്ലാ കേസസിലും നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷെ കൊടുത്ത കേസുകൾ ഒരു 5-6 കേസുകൾ കൊടുത്തു. പിന്നെ നമ്മളത് വിട്ടുപോയി കുറെ നാളുകൾക്ക്. ഇന്ന് ഞാൻ അതൊക്കെ ഒന്ന് കേസ് ഷീറ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഈ സാധനം നമ്മുടെ അതിൽ ഇരിക്കണം. പക്ഷെ അതൊരു ഞാൻ ആ മെഡിസിൻ കൊടുത്തിട്ടുള്ളത് നമ്മളുടെ സിസ്റ്റത്തിൽ നോക്കിയപ്പോൾ ഒരു 6 കേസസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവര് ഫീഡ്ബാക്ക് തന്നിട്ടുള്ളത് 6 കേസിലും ഒരു 4-5 കേസസിൽ പോലും നമുക്ക് ബ്ലീഡിങ് നിന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് വൈബർണം, പ്രൂണിഫോളിയം അങ്ങനെയൊക്കെയുള്ള മെഡിസിൻസിൽ വൈബർണം, പിന്നെ എന്താ പറയാ നമ്മുടെ ഹെമാമിലിസ്, പിന്നെ ലില്ലിയം ടിഗ്, അങ്ങനെയൊക്കെയുള്ള മെഡിസിൻസിൽ നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന മെഡിസിൻസിൽ കുറച്ച് നാൾ അങ്ങനെ പോയി. കാരണം റീഡിങ് അപ്പോഴും നിന്നു. പിന്നെ നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ വരുമ്പോഴൊക്കെ ഈ മെഡിസിൻസ് പിന്നെ കൊടുക്കണം. ഏത് ടീച്ചറാണോ? ടിഞ്ചറോ 30-യോ വാട്ട് എവർ ഇസ് അവൈലബിൾ. കാരണം അങ്ങനെ എല്ലാ സ്ഥലത്തും കിട്ടൂല. അപ്പൊ വാട്ട് എവർ അവൈലബിൾ കൊടുത്തോ, റിസൾട്ട് കിട്ടും. ഓക്കെ, പിന്നെ ജബ്രാൻഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. 30 is one of the best medicines. ചിലപ്പോ ഈ ഈസ്ട്രോജന്റെ വേറൊരു ഇൻഡിക്കേഷൻ എന്ന് വെജൈനയിൽ ഈ മെനോപോസ് സമയത്ത് ഭയങ്കര ഹീറ്റ് ആയിരിക്കും. ബേണിംഗ് ഇൻ ദ വജൈന എന്ന് പറയും. ചിലപ്പോൾ ഡ്രൈനെസ്സും ഉണ്ടായിരിക്കും ബേണിംഗ് വരുന്നത്. ഡ്രൈനെസ് ഓഫ് ദ വജൈന, ഡ്രൈനെസ് ഓഫ് ദ സെർവിക്സിലൊക്കെ വരുമ്പോഴാണ് ഈ ഇത് കൊടുക്കുന്നത്. ഈസ്ട്രോജൻ അങ്ങനെ ഒരു സംഭവമുണ്ട്. നിങ്ങളത് നോക്കി വായിക്കുമ്പോൾ ഡ്രൈനെസ് കാരണം ബേണിംഗ് വരുന്നത് ഈസ്ട്രോജൻ ആണ്. ഈസ്ട്രോജൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ഫ്ലഷസ് വരുമ്പോൾ. പ്രൊജസ്ട്രോൺ ഓൾസോ അത് ഏത് 30-ലാണ് നമ്മൾക്ക് 36-ലൊക്കെ കിട്ടുന്നുണ്ട്. 6-ഉം റെയർ ആയിട്ട് കിട്ടുന്ന സാധനം. പ്രൊജസ്ട്രോൺ 30 ആണ് കൂടുതലും ഞാൻ കൊടുത്തിട്ടുള്ളത്. നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം. ഓക്കെ, പിന്നെ വരുന്നത് ഫ്ലഷിംഗ് വിത്ത് പാൽപിറ്റേഷൻ. ഓക്കെ, ഫ്ലഷിംഗ് വിത്ത് പാൽപിറ്റേഷൻ. പേഷ്യൻസ് വന്ന് പറയും, സാറേ എനിക്ക് ഇങ്ങനെ വരുമ്പോൾ നെഞ്ചിടിപ്പ് കൂടി വരും. അമൈൽ നൈട്രേറ്റ്, ലാക്ടസിസ്. ലാക്ടസിസ് കൂടുതൽ ഇൻഡിക്കേറ്റർ. നമ്മൾ ഫ്ലഷ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലായിടത്തും ലാക്ടസിസ് കൊടുത്താൽ റിസൾട്ട് കിട്ടണമെന്നില്ല. ഫ്ലഷിംഗ് വിത്ത് പാൽപിറ്റേഷൻ അല്ലെങ്കിൽ നെഞ്ചടിപ്പ് കൂടുതൽ പേഷ്യന്റ് പറയുന്നുണ്ട്. ഇത് കോമൺ ആയിട്ട് വരുന്നതാണ്. ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ കാർഡിയാക് ഇൻവോൾവ്മെന്റ് വരും. ചിലപ്പോൾ ഫ്ലഷ് കാരണം നമ്മുടെ ടെക്കിക്കാർഡിയ വരും, പാൽപിറ്റേഷൻസ് വരും. ലാക്ടസിസ് ഇൻഡിക്കേറ്റഡ്. അമൈൽ നൈട്രേറ്റും നിങ്ങൾക്ക് അറിയാം, ഫ്ലഷ് അത് വരും, ഹീറ്റ് വരും. കാർഡിയാക് പേഷ്യൻസ് ആണ്, കാർഡിയാക് മെഡിസിനും കൂടിയാണ്. അപ്പൊ ഹോട്ട് ഫ്ലഷ് വരുമ്പോൾ നമ്മളുടെ ഈ ഹോർമോൺ വേരിയേഷൻസ് വരുമ്പോൾ നമ്മുടെ നെർവ്സ് ഇൻവോൾവ് ആവുന്നു ആൻഡ് പാൽപിറ്റേഷൻ കൂടുന്നു. സോ ദിസ് ആർ ദ, നമ്മൾ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എന്തുകൊണ്ട് ഒരു മെഡിസിൻ അമൈൽ നൈട്രേറ്റിന്റെ ഇൻഡിക്കേഷൻസ് എന്താ, കാർഡിയാക്. ഇത് തന്നെ മറ്റൊരു നാവിന്റെ അടിയിലും കൊടുക്കും. നമ്മളുടെ മെഡിസിൻസ് ഉണ്ട്. അതിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ വാസോഡൈലറ്റേഷൻസ് ഉണ്ടാക്കുന്നതാണ്. ഇതെന്താ, ഫ്ലഷസ് എന്താ, വാസോഡൈലറ്റേഷൻ.
So it's simple explanations. നമ്മൾ ഹോമിയോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാർഡ് കയറിയോ 100 മെഡിസിൻസ് ആ ഡോക്ടർ നത്തിങ്. എന്റെ പ്രിൻസിപ്പിൾ യു ഗെറ്റ് ദിസ് യു ഗിവ് ഇറ്റ്. സിമ്പിൾ പ്രിൻസിപ്പിൾ. ചിലപ്പോൾ ഇതൊന്നും എല്ലാ കേസുകളിലും നമുക്ക് എക്സ്പ്ലനേറ്ററി ആയിട്ട് 10 സിംറ്റംസും 15 സിംറ്റംസും ഒന്നും കിട്ടില്ല. കിട്ടിയാൽ വെരി ഗുഡ്. പക്ഷെ കിട്ടാൻ സാധ്യത കുറവാണ് ചില സമയത്ത്. ഇവര് വന്നിട്ട് എന്താ പറയാ, ഡോക്ടർ എനിക്ക് ഭയങ്കര ചൂടാണ്, ഫ്ലഷസ് വരുന്നത്, അത് എപ്പോഴാ വരുന്നത്, എങ്ങനെ വരുന്നത്, മറ്റേതാ വരുന്നത്, മറിച്ചതാ വരുന്നത് എന്ന് ചോദിച്ചാൽ എപ്പോഴും ഉണ്ട് ഡോക്ടർ എന്ന് പറയും. ഏത് സിംറ്റംസ് നമ്മൾ എടുക്കും. അപ്പൊ നമ്മൾ ഫ്ലഷസ് എന്തിന്റെ കൂടെ അപ്പൊ അവർ പറയും ഡോക്ടറെ ഇത് വരുമ്പോണ്ടല്ല. കാരണം നമ്മളൊന്നും ചോദിക്കാൻ വേണ്ടി ഇത് അവർ കറക്റ്റ് പറയും. ഡോക്ടറെ എനിക്ക് ഭ്രാന്ത് പിടിക്കുക, എപ്പോ ഇത് വന്നാലും എനിക്ക് പേടിയാണ്, ഹാർട്ട് കംപ്ലൈന്റ് വരുമെന്നുള്ളത്. എപ്പോ നോക്കിയാലും പാൽപിറ്റേഷൻ, നെഞ്ചടിപ്പ് കൂടും. അപ്പോൾ നമ്മൾ ചോദിക്കണം തൈറോയ്ഡ് കംപ്ലൈൻസ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടോ, അതൊന്നുമില്ല. ഓക്കെ, അപ്പൊ പിന്നെ ഇതിൽ കൂടുതൽ ഒരു പേഷ്യന്റിന് നമുക്ക് എന്ത് കിട്ടും? ചിലപ്പോൾ ഒന്നും കിട്ടില്ല. ചിലപ്പോ 10 പേഷ്യന്റ് പുറത്തിരിക്കുമ്പോഴായിരിക്കും ഇവര് വന്നിട്ട് പറയുക. അപ്പൊ കഥ പറയാനും നമുക്ക് കൂടുതൽ ചോദിക്കാനൊന്നും ചിലപ്പോൾ സമയം കിട്ടിയെന്നില്ല. അപ്പൊ അക്യൂട്ട് കേസസിൽ 1 സിംറ്റം, 1 ഇൻഡിക്കേറ്റഡ് സിംറ്റം, 1 PQRS സിംറ്റം, ഗിവ് ദ മെഡിസിൻസ്. കണ്ടമാനം നമ്മൾ ചിന്തിച്ചും ഉണ്ടാക്കണ്ട, അത് കുറഞ്ഞിരിക്കും, മാറിയിരിക്കും, വ്യത്യാസം വരും. ഓക്കെ. മെനോപോസ് വിത്ത് ഫ്ലഡിങ്, അതായത് കണ്ടമാനം ബ്ലഡ് ഊസ് ചെയ്ത് പോകും. മെനോപോസിന്റെ സമയത്ത് ബ്ലീഡിങ് നിൽക്കില്ല, അല്ലെങ്കിൽ എത്ര മെൻസസ് പോയാലും ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സീക്കിയൽ കോർ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ എന്നാണ്. സിഡം ആക്രെ, സിഡത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞത്, അതും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ഒന്നാണ്. അർജന്റം മെറ്റാലിക്ക, അർജന്റോ എന്താണ്? സിൽവർ അല്ലേ? അപ്പൊ അർജന്റം ഗോൾഡ് അല്ലേ? ഗോൾഡ് അല്ലല്ലോ, സിൽവർ തന്നെ. സിൽവർ എന്ന് പറഞ്ഞാൽ മെറ്റൽ. അതിന്റെ ആക്ഷൻ എന്താ? സിൽവർ എന്ന് പറഞ്ഞാൽ ഇപ്പോ കമ്മോഡിറ്റിയിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഗോൾഡിനേക്കാളും വാല്യുബിൾ ആയിട്ട് വരുന്ന ഒരു ഇതാണ്. അപ്പം അതേ സിംറ്റംസ്, അതിന്റെ ഒരു പ്രസ്റ്റീജ് സിംറ്റംസ്. മൈൻഡ് കൂടി ഉണ്ടെങ്കിൽ നത്തിങ് ലൈക്ക് ദാറ്റ്. ഇതൊരു സിംറ്റംസുമായിട്ട് നമുക്ക് കൂടുതൽ എടുക്കാം. അസ്റ്റിലാഗോ നിങ്ങൾക്ക് അറിയാവുന്നത്. ട്രില്ലിയം എഗെയിൻ. ഓക്കെ. പ്രിക്കേഷ്യസ് പ്യൂബർട്ടിയില് സബാഡില്ല, think about it, Sabadilla. Okay, delayed menarche, pulsatilla, everyone knows it. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേണ്ട. സൈലീഷ്യ, സൈലീഷ്യയുടെ എന്തുകൊണ്ട് ഡിലേഡ് മെനാർക്കി വരുന്നു? സൈലീഷ്യ എന്താണ് സാധനം? പൂഴിയാണ്. പൂഴിയിൽ ഒരു പ്ലാന്റ് നിന്നാൽ എങ്ങനെ നിൽക്കും? ആടി നിൽക്കും. സെയിം സൈലീഷ്യ എന്താണ്? എല്ലാത്തിനും സോഫ്റ്റ് ആണ് അല്ലെ? ഹാർഡ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ സൈലീഷ്യക്ക് ബ്ലഡില് ഇതുണ്ടാക്കാൻ പറ്റും. എന്താ പറയാ, അനീമിയ ആയിരിക്കും. മെയിൻ പ്രശ്നം അനീമിയ ആയിരിക്കും സൈലീഷ്യ പേഷ്യന്റിന്റെ ഇതെടുത്തു നോക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് എക്സ്പ്ലെയിൻസ് why the delayed menarche in a kid. Okay. ഡിസ്മെനോറിയക്ക് നമ്മളെല്ലാം കൊടുക്കും. കോളോസിന്റെ മുതൽ എവറിത്തിങ് ഇസ് ദർ. നെഫാലിയം നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? സയാറ്റിക്ക അല്ലെ? ഏറ്റവും കൂടുതൽ നെഫാലിയം കൊടുക്കുന്ന മെഡിസിൻസ് ഏതിനാണ്? സയാറ്റിക്ക. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ സയാറ്റിക്ക. അത് ഇവിടെയും കൂടി ഒന്ന് നോക്കിയേ. സയാറ്റിക്കയുടെ പെയിൻ എന്താണ്? ഇറ്റ്സ് എ കോൺട്രാക്റ്റീവ് പെയിൻ അല്ലെ? നെഫാലിയത്തിന്റെ പെയിൻ എന്താണ്? സയാറ്റിക്ക പെയിൻ എന്താണ്? ഇലക്ട്രിക് ലൈക്ക് കോൺട്രാക്ടിങ് പെയിൻ ആണ്. അത് തന്നെ ഡിസ്മെനോറിയയുടെ കോൺട്രാക്റ്റും വരും പോവും, കോൺട്രാക്റ്റിംഗ് വരും. ദിസ് ഇസ് ദ സെയിം സിംപ്റ്റം അപ്ലൈഡ് ദർ. അതുകൊണ്ടാണ് നെഫാലിയം ക്യാൻ ബി തോട്ട് അബൌട്ട് ഇറ്റ്. നെഫാലിയം ഈസ് ഇൻഡിക്കേറ്റഡ് എന്ന് പറയുന്നത്. പ്ലസ് ഡിസ്മെനോറിയയുടെ പെയിനും മെൻസസിന്റെ പെയിനും അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുക. പക്ഷെ ഡീറ്റെയിൽസ് എടുത്തിട്ടും നമുക്കൊന്നും വരുന്നില്ല. ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ കട്ട് സിംറ്റംസും ക്ലിയർ കട്ട് PQRSും കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ മെഡിസിൻ. പക്ഷെ സിംറ്റംസ് ഉണ്ട്. ഡോണ്ട് തിങ്ക് ദാറ്റ് നമ്മൾ വിചാരിക്കരുത് ഡിസ്മെനോറിയ നെഫാലിയം വെറുതെ കൊടുക്കുന്നതാണ്. അല്ല, നെഫാലിയത്തിന് അതിൻ്റെതായ സിംറ്റംസ് ഉണ്ട്, അതിൻ്റെതായ ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഈ ഇൻഡിക്കേഷൻ ആണ് നിങ്ങൾ ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ലൈക്ക് അല്ലെങ്കിൽ കോൺട്രാക്ഷൻ, സിവിയർ കോൺട്രാക്ഷൻ ആൻഡ് എന്താ പറയാ റിലീസ് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടും. കാലി പെർമാംഗനേറ്റം ഇതാ പറയുന്നത്. കാലി ഗ്രൂപ്പിന് എല്ലാ കുന്തത്തിനും
എല്ലാ കാലി മെഡിസിൻസിനും യൂട്രസിലും ബ്ലീഡിങ്ങിലും ഇതിലും. ഓക്കെ, പൊട്ടാസ്യം, കാലി, എന്താ സംഭവം? കാലി എന്താ പറഞ്ഞത്? വായി കാലി ഡിപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് സിംറ്റംസ് വരിക? ക്രാംസ് വരും ഇല്ലേ? പൊട്ടാസ്യം നമ്മുടെ ബോഡിയിൽ കുറഞ്ഞാൽ എന്ത് വരും? ക്രാംസ് വരും. ബ്ലീഡിങ് കാരണം എന്താ വരുന്നത്? എല്ലാം പോവും. പൊട്ടാസ്യം പോവും, നമ്മളുടെ മിനറൽസും ഹീമോഗ്ലോബിൻ കുറയും, എല്ലാം വരും, അനീമിയ വരും. So what happens? Again cramps പോലെ പെയിൻ വരും. ഡിസ്മെനോറിയ എന്താ? again cramps. സിമ്പിൾ. കാലി ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസ് ഇതൊക്കെയാണ്. നമ്മൾ ഒന്ന് പാത്തോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാലി എന്താ ഉണ്ടാക്കുന്നത് നമ്മുടെ ബോഡിയിൽ? സോഡിയം പൊട്ടാസ്യം കുറയുമ്പോൾ നമ്മുടെ എന്താ വരുന്നത്? സെയിം തിങ് വിൽ ഹാപ്പൻ. പിന്നെ കാലി ഗ്രൂപ്പിന്റെ കാലിയുടെ സെൻസിറ്റീവ് ആണ്, എല്ലാ പാർട്സും വെരി സെൻസിറ്റീവ് ആണ്, കാലിയുടെ എല്ലാം ഉണ്ട്. പെർമാംഗനേറ്റം എഗെയിൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്താ ചെയ്യണത്? പ്യൂരിഫയർ ആണ്, ആന്റിസെപ്റ്റിക് ആണ്, അല്ലേ? സെയിം. ഓക്കെ. ബ്രസ്റ്റ് ടെൻഡർ ഡ്യൂറിംഗ് മെൻസസ്, ലാക്കനൈനം, പൾസാറ്റ്ല, മ്യൂറക്സിന്റെ എന്താണ്? wherever you touch it's very sensitive, parts of the body is very sensitive. Same thing. ലാക്കനൈനം, ലാക്കസിസ്, ഇതൊക്കെ വരുന്ന നമ്മുടെ ഡ്രസ് ഇടുമ്പോൾ തന്നെ വരുന്നത്. ലാക്കസിസ് ഒക്കെ സിമ്പിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതും ചിന്തിക്കുന്നതും. മ്യൂറക്സ് വളരെ റയറായിട്ട് നമ്മൾ ചിന്തിക്കുന്ന മെഡിസിനാണ്. പക്ഷെ ഈ ഒരു സിംറ്റം ബ്രസ്റ്റ് ടെൻഡർ ഡ്യൂറിംഗ് മെൻസസ്, ഏതാ ആദ്യത്തെ മെഡിസിൻ? കൽക്കേരിയ ഇല്ലേ? കൽക്കേരിയ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന മെഡിസിൻ. ബട്ട് ദീസ് ത്രീ ഓൾസോ ക്യാൻ ബി തോട്ട് അബൌട്ട്. നിങ്ങൾ ഇതും ഒന്ന് പരീക്ഷിച്ച് നോക്കി, ചിലപ്പോൾ നമ്മൾ കൽക്കേരിയ കൊടുക്കലും നിർത്തും. കൽക്കേരിയ സോഫ്റ്റ് ഇതാണ്, സ്ലോ ആണ്. മ്യൂറക്സ് ഇസ് വെരി സെൻസിറ്റീവ്. കാൽക്കേരിയനെക്കാളും ബാക്കി എല്ലാ മെഡിസിൻസിനെക്കാളും ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള, ഈവൻ നമ്മുടെ അണ്ടർഗാർമെന്റ്, അതായത് ബ്രേസിയർ ഇടുമ്പോൾ തന്നെ ടച്ചിൽ തന്നെ ലാക്കസിസിനെക്കാളും സെൻസിറ്റീവ് ആയിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു മെഡിസിൻ ആണ് മ്യൂറക്സ്. ഓക്കെ. കഫ് ഡ്യൂറിംഗ് മെൻസസ്, അഗെയിൻ ഗ്രാഫൈറ്റിസിന്റെ ഇതാണ്. നമ്മൾ മെൻസസിന്റെ കൂടെ ചുമയും കൂടി ഉണ്ടെങ്കിൽ, ഇപ്പൊ കുറെ കേസസ് വരുന്നുണ്ട്. കാരണം വെച്ചാല് വൈറൽ ഫീവർ കഴിഞ്ഞിട്ട് എല്ലാ ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ചുമയും കൊണ്ടിരിക്കും. അപ്പൊ 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച ഒക്കെ വരുമ്പോൾ നമ്മുടെ കൂടെ വരുന്നത് ചിലപ്പോൾ പീരീഡ്സിന്റെ സമയത്തും കൂടി വരും. ചിലപ്പോൾ തുടങ്ങുന്നത് കഫ് തുടങ്ങുമ്പോൾ തന്നെ പീരീഡ്സ് ഉണ്ട്. ഇതൊക്കെ ഇഷ്ടംപോലെ കേസുകൾ ഇപ്പൊ വരുന്നു. അപ്പൊ നമ്മൾ ചുമ മാത്രമല്ല ചോദിക്കുക, പീരീഡ്സ് ഒക്കെ റെഗുലർ ആണോ, എന്താണ്, എങ്ങനെയാണ് അപ്പൊ ചോദിക്കുമ്പോൾ അവർ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരും. കോൺസ്റ്റിപ്പേഷൻ ഡ്യൂറിംഗ് മെൻസസ്, ഇതൊക്കെ നമ്മളെ ക്ലിനിക്കിൽ സിമ്പിൾ ആയിട്ട് എല്ലാ ദിവസവും മിക്കവാറും വരുന്ന, പ്രത്യേകിച്ച് ഫീമെയിൽ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ എന്നും പറഞ്ഞാണ്, ഡോക്ടർ മെൻസസ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വയറ്റിന്ന് പോവില്ല. ഇതായിരിക്കും അവർ വന്ന് പറയണത്. വേറെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഡോക്ടർ മെൻസസ് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വയറ്റിന്ന് പോവില്ല. അപ്പൊ മെൻസസിന്റെ പ്രശ്നവും വയറ്റിന്ന് പോവാത്തതിന്റെ പ്രശ്നവും രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് വരും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഗ്രാഫൈറ്റിസ്, പ്ലംബം. ഓക്കെ, ഈ 2 മെഡിസിൻസ് ആണ് കോൺസ്റ്റിപ്പേഷൻ ഡ്യൂറിംഗ് മെൻസസ്. പ്ലംബം നമുക്ക് എപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ചിന്തിക്കാവുന്ന ഒരു മെഡിസിൻസ് ആണ്. പ്ലംബം എന്താ? ഇറ്റ്സ് എ ലെഡ്, അല്ലെ? കാർബൺ, ലെഡ്. അപ്പോ പ്ലംബം നമുക്ക് എപ്പോഴും ചിന്തിക്കാവുന്ന മെഡിസിൻസ് ആണ്. ബാക്കേക്ക് ഡ്യൂറിംഗ് മെൻസസ്, സെനേഷ്യോ ഓറിയാസ്. ഓക്കെ, ഹെലോണിയസിന്റെ എന്താണ്? ആസിഫ് parts are coming out. Backache വരുമ്പോൾ as if parts are coming out. Helonius, chronic backache, chronic debility of the uterus. Helonius, Senecio aureus. നിങ്ങൾ വായിച്ചു നോക്ക്, ക്ലിയർ ഇൻഡിക്കേഷൻസ് ആണ്. ഓക്കെ. ഇച്ചിങ് ആഫ്റ്റർ മെൻസസ്, മെൻസസ് കഴിഞ്ഞ ഉടനെ അവർക്ക് ചൊറിച്ചിൽ തുടങ്ങും, വെജൈനയിലും ഇവിടെയൊക്കെ. പ്രൂറൈറ്റിസ് ആഫ്റ്റർ മെൻസസ് കേസുകൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടാവും.
Okay, tarantula. Think about tarantula. Tarantula is one of the best medicines. എത്രയോ കേസുകൾ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ പറയണത് ചിലപ്പോൾ നമുക്ക് 100 കേസ് കിട്ടും ഇല്ല, 100 കേസും അങ്ങനെയുള്ള വലിയ 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 സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ഇതൊന്നും കാണണമെന്നില്ല. ചിലപ്പോൾ ഒരു 50 പേഷ്യന്റ് വരുമ്പോൾ 1 or 2 അല്ലെങ്കിൽ 100 പേഷ്യന്റ് വരുമ്പോൾ 1 or 2 ഇങ്ങനെയുള്ള സിംറ്റംസ്. ഡോക്ടറെ മെൻസസ് കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താവും ഡോക്ടർ, എനിക്ക് ചൊറിച്ചിലോ, ഇങ്ങനെയായിരിക്കും പേഷ്യന്റ് ഒന്ന് പറയാ. മെൻസസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചൊറിച്ചിൽ വരും ഡോക്ടർ, ഒരു രക്ഷയില്ല, അതിന് എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിക്കും. അവിടെയൊക്കെയാണ് ഇത് മെഡിസിൻസ് നമുക്ക് വരിക. അതൊക്കെ വളരെ ഒരു 50 പേഷ്യന്റ് 50-ൽ 1 മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10, 20, 30 പേഷ്യന്റ് കിട്ടുകയാണ്. ഇതൊക്കെ ഒരു പേഷ്യന്റിന്റെ അസുഖം മാറിയാൽ മതി, കൂടുതലൊന്നും മാറണ്ട. അവര് തന്നെ പറഞ്ഞ് ഒരു 10-50 എണ്ണത്തിന് നമ്മളടുത്ത് കൊണ്ടുവരും. അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കാന്ന് മാത്രം. പിന്നെ നിങ്ങൾ വായിച്ചിട്ട് എടുക്കുക, ഓവേറിയൻ ഡ്രോപ്സി അല്ലെങ്കിൽ സിസ്റ്റ്, ഓവറി തന്നെ മെഡിസിൻ ആണ്. ഓക്കെ, ഓവറി സിസ്റ്റിൽ വരുന്ന എപ്പിസ്മെല്ലും അത് ഇതൊക്കെ ഉണ്ടെങ്കിലും, പക്ഷെ ഓവേറിയാനും അല്ലെങ്കിൽ ഓവറി 3x ഓവറി 6x ഇതൊക്കെ വരുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് സിംറ്റംസ്. എപ്പിസ്മെല്ല് നല്ലതാണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കേസാണ്. ഓവറി ഒന്നും കൂടി നമ്മളൊന്ന് അകത്തിട്ട് ഉറപ്പിക്കുക. ടെൻഡൻസി ടു അബോർട്ട്, വൈബർനം പ്രൂണിഫോളിയം, എന്താ പറയാ, സ്പോട്സ്. ഫസ്റ്റ് സ്പോട്ട് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ തന്നെ കാലൊന്ന് പൊക്കി വെക്കുക, വൈബർനം ഓപ്പുലസ് കൊടുക്കുക. You can stop preventing abortion. Okay, Helonius. Okay, Helonius. Helonius is also one of the best medicine for tendency to abort. Sepia, abortions in 3 months ആണ്. അവിടെ ടെൻഡൻസി ഇല്ല. ചിലപ്പോൾ ഈ പേഷ്യന്റ് നമ്മുടെ അടുത്ത് അബോർഷൻ ഒക്കെ പോണതിന് മുമ്പായിരിക്കും ഡോക്ടറെ നമ്മൾ ഇത് നോക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചെറിയ സ്പോട്ടിങ് കണ്ടു, എന്ത് ചെയ്യണം ഡോക്ടറെ? ചിലപ്പോൾ ഫോണിലായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും വരും. ഈ 2 മെഡിസിൻ കൊടുത്തിട്ട് നമ്മൾ കാലൊന്ന് ലിഫ്റ്റ് ചെയ്ത് വെക്കുക, ബെഡ് റെസ്റ്റ് കുറയുക. 90% കേസിലും ആ ടെൻഡൻസി മാറിക്കും. ഓക്കെ, മെറ്ററേജിയ, ട്രില്ലിയം, തലാസ്പി. ഓക്കെ, ട്രില്ലിയം തലാസ്പിയും ഓൾമോസ്റ്റ് ലൈക്ക് സ്പെസിഫിക് ആയിട്ട് കൊടുക്കാത്ത കേസുകളെ ഇല്ല, വളരെ കുറവായിരിക്കും. ഓക്കെ, ഫൈസോമെട്ര, അതൊക്കെ വളരെ റെയർ ആയിട്ട് കിട്ടുന്നതാണ്. 1, 2, 3 കേസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും കാലത്തിന്റെ അടുത്ത്. ഓക്കെ, പക്ഷെ ബ്രോമിയം അതിനും പറ്റുന്ന ഒരു മെഡിസിൻ ആണ് ബ്രോമിയം. ഓക്കെ, വെജൈനൈറ്റിസ്. വജൈനൈറ്റിസ് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന കാൻഡാരിസും മെർക്കോർ. മെർക്സോളിനേക്കാളും കൂടുതൽ ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നത് മെർക്കോറാണ്. ഓക്കെ, മെർക്സോളിന്റെ വ്യത്യാസം എന്താണെന്നത്, വജൈനൈറ്റിസ് അല്ലെങ്കിൽ വജൈനൽ അൾസറേഷൻസ് എന്തെങ്കിലും മോർ ദ ബ്ലഡ് മോർ ദ സോൾ ഇസ് ഇൻഡിക്കേറ്റഡ്. അപ്പോൾ മെർക്സോളും മെർക്കോറും തമ്മിലുള്ള വ്യത്യാസം ഇത് ഇൻഫ്ലമേഷൻ മാത്രമാണ്, അവിടെ ചിലപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവും. അപ്പോൾ വജൈനൈറ്റിസും മെർക്കോറും മെർക്സോളും ഇൻഡിക്കേറ്റഡ് അലൻ സ്കീനോട്ട് എടുക്കുക, മോർ ദ ബ്ലഡ് മോർ ദ സോൾ ഇൻഡിക്കേറ്റഡ്. വേറെ ഒന്നും അവിടെ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടില്ല ഇൻ ദ ഇൻട്രൊഡക്ഷൻ. പ്രൂറൈറ്റിസ്, റേഡിയം ബ്രോമൈഡ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. റേഡിയം ബ്രോമൈഡ് നമ്മൾ കൊടുക്കുന്നത് എവിടെയാ? റേഡിയം ബ്രോമൈഡ് കൊടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഡെങ്കു കേസസ് ആണ്. ഡെങ്കുവിന് എക്സ്റേ, ഫോസ്ഫറസ്, ഇപ്പറ്റോറിയം. ഓക്കെ, എക്സ്റേ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഡെങ്കു. പ്ലേറ്റ്ലെറ്റ് ഒക്കെ 15,000 പടപടപടാന്ന് കയറുന്നത് കാണാം. ക്രോട്ടൻടിക് അല്ല, ക്രോട്ടാലസ് ഹോറിഡസ്, ക്രോട്ടാലസ് ഹോറിഡസ്, എക്സ്റേ, ഫോസ്ഫറസ്, ഇപ്പറ്റോറിയം. ഈ 4 മെഡിസിൻ കയ്യിലുണ്ടെങ്കിൽ 15,000 വരെ എത്തിയിട്ട് പോലും പടപടപടയെന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു നിങ്ങൾ ഈ 4 മെഡിസിൻസും എപ്പോഴും ക്ലിനിക്കിൽ ഉണ്ടാവും. ഏത് സമയത്താണ് ഇപ്പൊ ഡെങ്കു വരാന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ 4 മെഡിസിൻ ഉണ്ടെങ്കിൽ 2 ദിവസം, മാക്സിമം 2 days or 3 days ഏത് ഡെങ്കു കേസും നമുക്ക് പിടിച്ചു കിട്ടാൻ പറ്റും. ഓക്കെ, ലാക്ടേഷൻ ഡിഫിക്കൽട്ട്, തൈറോയിഡിനോ, ഫോസ്ഫറസ്, അഗൈൻ ഫോസ്ഫോറിക് ആസിഡ്, ലാക്ടേഷൻ ഡിഫിക്കൽട്ട്, അതായത് അഗ്ലക്ടേജ്, മിൽക്ക് ഇല്ല. ഓക്കെ, അസഫറ്റിഡ,
അസഫറ്റിഡ കായം, ഇതിനൊക്കെ വയറിന്റെ പ്രശ്നത്തിന് മാത്രമല്ല കായം, സാമ്പാറിൽ ഇടാൻ മാത്രമല്ല. നമ്മളുടെ മെഡിസിൻ ആണ്, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഒന്നാണ് കായം. നമുക്ക് കെട്ടി കൊടുക്കുക, അത് വന്നോളും. ലാക്ടുക്ക വിറോസ, one of the best medicine to produce milk. മിൽക്ക് ഉണ്ടാക്കാൻ നമ്മളുടെ മിൽക്ക് ഇല്ലാത്ത ഒരു ലേഡിക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇല്ലെങ്കിൽ ലാക്ടുക്ക വിറോസ is one of the best medicines. Asafoetida is also another best medicine. തൈറോയിഡിനത്തിന്റെ ഹോർമോണൽ ഇഷ്യൂസും പ്രൊലാക്റ്റിൻ ഇത്, അതായത് തൈറോയിഡിനത്തിന്റെ പാത്തോളജി എന്താ? തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ ഈവൻ പിറ്റ്യൂട്ടറി ഗെറ്റ്സ് ഇത് അവരുടെ പിന്നെ എന്താ പറയുക, ഓവറി യൂട്രസ്, ഇതിലൊക്കെ ആക്ഷൻസ്. തൈറോയിഡിനം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. നിങ്ങൾക്ക് തൈറോയിഡിനം മാത്രമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ തൈറോയിഡിനം ബാക്കിയുള്ള മെഡിസിൻസിന്റെ കൂടെ കൊടുക്കാം. പക്ഷെ ലാക്ടുക്ക വിറോസ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര കേസസിൽ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയും കൂടുതൽ മെഡിസിൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ലാക്ടുക്ക വിറോസും അസഫറ്റിഡ്, ഈ 4 മെഡിസിൻസും ഞാൻ കൂടുതൽ കൊടുക്കുന്ന മെഡിസിൻസിലാണ്. ടിഞ്ചർ ആണോ സാർ? ടിഞ്ചർ ലാക്ടുക്ക വിറോസ ടിഞ്ചർ ആണ്. അതും കൊടുക്കേണ്ടത് 15 തുള്ളി 4 നേരം. 15 തുള്ളി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ഡയലൂട്ട് ചെയ്യുക. ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ml ആണെങ്കിൽ ഇതൊരു 10 ml എടുക്കും, ബാക്കി 20 ml വാട്ടർ ചേർത്തിട്ട് കൊടുക്കും. എന്നിട്ടും പറയും 1-2 സ്പൂണിൽ നാവ് പൊള്ളി അല്ലെങ്കിൽ പൊള്ളണമെങ്കിൽ 1-2 സ്പൂൺ അല്ലെങ്കിൽ 1/4 കപ്പ് വെള്ളത്തിൽ ഒന്നും കൂടി ഇട്ടിട്ട് കൊടുക്കാം. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ലാക്ടേഷൻസ് വരുമ്പോൾ പല പ്രശ്നങ്ങളും നാവിലൊക്കെ ഉണ്ടാവും, ടേസ്റ്റിന്റെ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പൊ ഒന്നും കൂടി ഇത് കൊടുക്കുമ്പോൾ ഇറ്റ്സ് എ സ്ട്രോങ് മെഡിസിൻ, ടിഞ്ചർ ആണ്. കുറച്ച് ഡയലൂട്ട് ചെയ്ത് നമ്മൾ തന്നെ ഡയലൂട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, cervical ulcerations, hydrocyanuric acid, carbolic acid, അസ്റ്റിലാഗോ, hemorrhages from fibroid. ഇതൊരു വല്ലാത്തൊരു കേസ് കേട്ടായിരുന്നു. എത്രയോ കേസുകൾ നമ്മളെ ടെൻഷനിലാക്കുന്ന കേസ് കേട്ടാണ്. ഓക്കെ, ഇത് നമുക്ക് നല്ലോണം നിർത്താൻ പറ്റും. പക്ഷെ ചില കേസുകൾ കുറച്ച് പ്രൊലോങ് ചെയ്യും. പക്ഷെ നമ്മളുടെ സീനിയോറിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് സാറിൽ അത് മാറിക്കോളും എന്ന് നമ്മൾ ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. Hemorrhage from fibroid, phosphorus, one of the best medicines. Thalaspi, another medicine. Trillium, adrenaline, ipecac, Cical. Okay, ഇനിയുണ്ട് കുറെ. പക്ഷെ ഇത്രയും മെഡിസിൻ ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം നമുക്ക് കണ്ടു. പിന്നെ ഹെമാമിലിസ്, മില്ലിപോളിയം, എനി കൈൻഡ് ഓഫ് മെഡിസിൻസ്. എൻഡോമെട്രൈറ്റിസ്, ഓക്കെ, എൻഡോമെട്രൈറ്റിസ് ഇതിലെല്ലാം നിങ്ങൾക്ക് അറിയുന്ന മെഡിസിൻസ് ആണ്. മെൽക്കം സെയിൽ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. കൂടുതൽ സെപ്പിയ, സിക്കേല്, അയോഡം, ഹെലോണിയസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാം ക്ലബ് ചെയ്യാം. മെൽക്കം സെയിൽ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. എൻഡോമെട്രൈറ്റിസിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഒന്നാണ്. നിങ്ങൾ വാങ്ങി വെച്ചോ, റിസൾട്ട് കിട്ടിയിരിക്കും. സാറേ, നമുക്ക് ഇനിയൊരു 5 മിനിറ്റാ ഉള്ളത്. അപ്പം പഴയ മറ്റേ കേസ് ഒന്ന് കാണിക്കണ്ടേ? ഡയബറ്റിക് അൾസർ ഇപ്പോഴാകുമ്പോഴേ ആൾ കൂടുതലുണ്ട്. ഓക്കെ, ആ ഒരു കേസ് കൂടി കാണിച്ചിട്ട് നമുക്ക് നിർത്താം. ഷെയർ ചെയ്തോ? കാണുന്നുണ്ടല്ലോ? ഉണ്ട് സാറേ. ഈ ഒരു കേസിന്റെ ഫോട്ടോ കാണുമ്പോ ഇപ്പോഴും നമ്മുടെ രോമം എണീറ്റ് നിൽക്കും. പേടിച്ചിട്ടാണ് എന്താന്നല്ല, ഇത് കണ്ടിട്ട് തന്നെ ഞാൻ തന്നെ ഞെട്ടിയിരിക്കുക. 15-20 ദിവസത്തിനുള്ള ഡിഫറൻസ് ആണ്. മെഡിസിൻസ് നമ്മുടെ സ്ഥിരം ഗൺ പൗഡർ അങ്ങനെയൊക്കെയുള്ള നമ്മൾ സ്ഥിരം അൾസേഴ്സിന് കൊടുക്കുന്ന സിഫിലിനം, ഗൺ പൗഡർ, മെക്സോള്, അങ്ങനെ ഒരു 3-4 എണ്ണം. ഇതിനൊന്നും കണക്കും കാര്യങ്ങളും ഏത് മെഡിസിനാണ് എങ്ങനെ റിപ്പീറ്റ് ചെയ്യണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വൺ ഓഫ് ദ ടഫസ്റ്റ് കേസസിലൊന്നും ഒന്നാമത് ഡയബറ്റിക് കേസ്, ഡയബറ്റിക് അൾസേഴ്സ്. ഇതുപോലൊരു കേസ് കണ്ടിട്ട് നമ്മൾ എങ്ങനെ വീട്ടിലോട്ട് വിടും? കാരണം വെച്ചാൽ ഇവര് ഡ്രസ്സിങ്ങും കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ ഒരു റിസ്ക് കൊടുക്കാൻ പറ്റില്ല. സ്ട്രെപ്റ്റോകോക്സിൻ
നമ്മൾ എപ്പോഴും കരുതണം. സ്ട്രെപ്റ്റോകോക്സിൻ ഇങ്ങനെയുള്ള കേസുകളിൽ എപ്പോഴും കരുതണം. കാരണം വെച്ചാൽ അത് ഫ്രീക്വന്റ് ആയിട്ട് കൊടുത്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇച്ചിനീഷ്യ ഇല്ലാതെ ഇങ്ങനത്തെ ഒരു കേസ് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം എപ്പോഴാ സെപ്റ്റിസീമിയ വരാന്ന് നമുക്ക് ഒരു പിടുത്തു. അപ്പൊ ചോദിക്കും അതൊന്നും എന്റെ ഇതിലേ ഇല്ല, ഡിക്ഷണറിയിൽ ഇല്ല. സിംഗിൾ ചിലപ്പോ 4, 5, 3, 2 ഒക്കെ ചിലപ്പോ കൊടുത്തു കാണുന്നല്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് റിസൾട്ടാണ് ഇത്. ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന റിസൾട്ട് 15-20 ദിവസത്തിൽ എങ്ങനെ അത്ഭുതപ്പെടാതിരിക്കും? ഞാൻ തന്നെ ഇപ്പോഴും വണ്ടറടിച്ചിട്ടിരിക്കും എങ്ങനെ നടന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നന്ദി സാറേ. നമുക്ക് ഇനി 3 മിനിറ്റാണ് ഉള്ളത്. ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയമോ അഭിപ്രായമോ പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. രമാദേവി ഡോക്ടർ അമ്പാടി കോഹോസ്റ്റ് ആണോ? മാഡത്തിന് അൺമ്യൂട്ട് ചെയ്യാം. അമ്പാടി മാഡത്തിന് അൺമ്യൂട്ട് ചെയ്യാം. കോഹോസ്റ്റ് ആണ്. സാധത്തെ ഇനിയും ബുക്കിന്റെ കാര്യം മറന്നില്ലേ എന്റെ കൊച്ചേ? അത് മറക്കാൻ പറ്റില്ലല്ലോ, നമ്മളൊക്കെ ഇവിടം വരെ എത്തിയത് അതുകൊണ്ടാണല്ലോ. പിന്നെ നന്നായിരുന്നു സാധത്തെ, നല്ല അസലായിരുന്നു കേട്ടോ. കീപ് ഇറ്റ് അപ്പ്. സാധത്ത് പറഞ്ഞു ശരിയാ. ഇങ്ങനെയുള്ള ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും നമ്മളെല്ലാം അറിവ് നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും, ഫ്രഷനപ്പ് ആവും. അതുകൊണ്ട് വളരെ നന്നായിട്ടുണ്ട്, മിടുക്കൻ കേട്ടോ. ശാന്തത്തിന്റെ ഓരോ വാർത്തയിലും എനിക്കും ശാന്തയ്ക്കും ഒക്കെ എന്തൊരു സന്തോഷം അറിയാമോ? ഞങ്ങളങ്ങോട്ടും അങ്ങനെ സന്തോഷിച്ചിരിക്കും. ഓക്കെ, മാഡം സാറിന് ഒരു നന്ദി കൂടെ പറയണേ ഡോക്ടർ. ഇത്ര ഇങ്ങനെ ഒരു നല്ല ക്ലാസ് എടുത്ത് ശാന്തത്തിന് വേണ്ടിയിട്ട് എൻ്റെ പേരിലും ഈ IFPHലെ ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഇതുപോലുള്ള ക്ലാസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു എ ലോട്ട്. അടുത്തത് ഒരെണ്ണം വെൽനസ്സിൽ നമ്മുടെ ഈ ബയോകെമിക്കൽ പോലെ സോൾട്ട്സ് ഉണ്ടല്ലോ, അതിന്റെ ഓരോതിന്റെ അതില്ലെങ്കിൽ എന്താണ്, എങ്ങനെ വരും, നമ്മളത് എപ്പോൾ റീപ്ലേസ് ചെയ്യണം, അത് ഏത് വയസ്സിൽ നമുക്ക് കൊടുത്തു തുടങ്ങാം, അങ്ങനെയുള്ള ഒരു പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദി അമ്പാടി മാഡം. എന്തായാലും നമുക്ക് ഇന്നും സാറിൽ നിന്ന് വളരെ വിലപ്പെട്ട ക്ലാസ് ആണ് ലഭിച്ചത്. കൂടുതലും നമുക്ക് സ്ഥിരമായി വരുന്ന അസുഖങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലാസ്സും കൂടാണ് ഇന്ന് സാറ് നമുക്ക് എടുത്തത്. ഇനിയും സാർ അടുത്ത ക്ലാസ്സുമായിട്ടും എത്രയും വേഗം വരണം. ഇത്രയും നല്ല അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു തരുന്ന ഡോക്ടർക്ക് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ 1892 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.